Good morning. Good morning, Miss. Okay. Good morning, all. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്താണ് എന്ത് കൂടുതലാണ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് വേണം ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് റിസ്ക് കൂടുതലുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റലിലെ സേഫ്റ്റി റൂൾസുകൾ പറഞ്ഞു. ജനറൽ സേഫ്റ്റി റൂൾസുകൾ ഓരോ വ്യക്തികളും ഫോളോ ചെയ്യേണ്ട ഓരോ വ്യക്തികളും ഫോളോ ചെയ്യേണ്ട ജനറൽ സേഫ്റ്റി റൂൾസുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കെയർ ആണ് നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കണ്ടേ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ വരെ എടുത്തത് പേഷ്യന്റ് കെയർ വരെയാണ്, അല്ലെങ്കിൽ സേഫ്റ്റി ഇൻ ട്രാഫിക് എടുത്തോ? സേഫ്റ്റി ഇൻ ട്രാഫിക് എടുത്തോ? ഓക്കെ, എനിക്ക് തോന്നുന്നു സേഫ്റ്റി ഇൻ ട്രാഫിക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ ഒന്നും കൂടി പറയാം. സേഫ്റ്റി ഇൻ ട്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് ആണ്. അതില് സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് താഴെ വീഴുകയും അതേപോലെ ട്രിപ്പ് ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. നമ്മള് ഇലക്ട്രിക് ഗുഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതെന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രിവെന്റ് വെറ്റ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യുമ്പോൾ ഒരു സ്വിച്ചൊക്കെ ഓൺ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈർപ്പം, നമ്മുടെ കയ്യിൽ ഈർപ്പൊക്കെ ഉണ്ടോ, ഈർപ്പൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സാധാരണ രീതിയിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ് വയറിംഗ് അപ്ലയൻസസ് എന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വിച്ച് ഓൺ ചെയ്യാനും അതേപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കാനും പാടില്ല. പ്രൊട്ടക്ട് കോഡ് ഹീറ്റ്, കേട്ടാ ഒരു മിനിറ്റ്, മിസ്റ്റേക്ക് ആണ് കേട്ടാ പറയണ, ഇത് മിസ്റ്റേക്ക് ആണ്, എയ്ഡിനല്ല കേട്ടാ, ഓയിലിനാക്കട്ടാ. അതൊന്ന് എഴുതുള്ളത് ഓയിലിനാക്കണേ. Protect code, heat, oil and abuse will damage electric installation. നമ്മള് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഡാമേജ് വരാതിരിക്കാനും അതേപോലെ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. Inspect code, plug, switch and outlet regularly to make sure that they are not damaged. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലഗ്, സ്വിച്ച്, ഔട്ട്ലെറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്യുന്നതെന്നും അതിന് വേറെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലാന്നും നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി എ സ്മോൾ സ്റ്റോക്ക് ഓവർഹീറ്റിംഗ്, സ്പാർക്കിംഗ് ഓർ നോയിസ് ഇൻ ആൻ അർജന്റ് വാർണിംഗ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ്, എന്തെങ്കിലും ഷോക്ക് വരാണ്, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുകയാണ്, പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് അതുപോലെ സ്പാർക്ക് വല്ലതും നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അർജന്റ് ആയിട്ട് അത് വാർണിംഗ് കൊടുക്കുക. അതിനെന്താണോ കംപ്ലൈന്റ് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ
പോയിട്ട് ആ കംപ്ലൈന്റ് കൊടുക്കും. കാരണം എന്താണ്, കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഡു നോട്ട് യൂസ് ആൻ ഇലക്ട്രിക് ഔട്ട്ലെറ്റ് when the plug does not fit accurately, get the outlet changed. നമ്മൾ എന്താണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പിൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്ലഗ് കുത്താനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ പ്ലഗ് കറക്റ്റ് ആയിട്ട് എന്താവുന്നില്ല, ഫിറ്റ് ആകുന്നില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യരുത്, ഫിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇങ്ങനെ കുറെ ബലം കൊടുത്ത് ഫിറ്റ് ചെയ്യരുത്. കാരണം അത് കംപ്ലൈന്റ് വരാനും ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ അത് അങ്ങനെ ശ്രമിക്കരുത്. When connecting and disconnecting the equipment, turn the on or off switch to off position. നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും തേണും ഓഫും ആയിട്ടുള്ള സ്വിച്ചുകൾ ഓഫ് പൊസിഷനിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ കാര്യം കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും. ഓക്കെ, കണക്ട് ചെയ്യുന്ന സമയത്തും ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഓണും ഓഫ് പൊസിഷനിലായിരിക്കണം സ്വിച്ച് ഇരിക്കാൻ. സാധാരണ നമ്മൾ വീട്ടില് നമ്മളിപ്പോ ഹോസ്പിറ്റലാവട്ടെ, നമ്മൾ സാധാരണ നമ്മളുടെ ഡെയിലി ലൈഫിലാവട്ടെ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യാനായിട്ട്. എന്ത് ഒരു അപ്ലയൻസിലും നമ്മൾ പ്ലഗ് എന്ത് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് പൊസിഷനിലായിരിക്കണം. മേക്ക് ഷുവർ ദാറ്റ് ദ എക്യുപ്മെന്റ് ഈസ് പ്രോപ്പർലി grounded. 3 wire ground plug are good protection and keep wire. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ തറയിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. നമ്മൾ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെയാണ്, അപ്പൊ പ്രോപ്പർ ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്ലോറിൽ ഉറച്ചാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ 3 പ്ലഗുള്ള സ്വിച്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ 3 വയർ കണ്ടിട്ടില്ലേ, പ്ലഗുകൾ കണ്ടിട്ടുണ്ടോ? 3 വയർ ഗ്രൗണ്ട് പ്ലഗുകൾ, അതാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത്. കീപ് വയർ ലാമ്പ് ഫ്രീ ഫ്രം കോൺടാക്ട് വിത്ത് കർട്ടൻ, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽസ്. അതേപോലെ തന്നെ നമ്മളുടെ വയർ ലാമ്പുകൾ, അതേപോലെ കർട്ടൻസ്, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഈ നമ്മൾ ഈ പ്ലഗിന്റെയും സ്വിച്ച് ബോർഡിന്റെ ഒക്കെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ വെക്കുന്നത് നല്ലതാണ്. കാരണം ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വല്ല ഓവർ ഹീറ്റിങ്ങോ ഒക്കെ വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീപിടുത്തമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കർട്ടൻസും ഫർണിച്ചറൊക്കെ ഇതിന്റെ അടുത്തൊക്കെ തന്നെ, പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇതിന്റെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തീപിടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതൊക്കെ കുറച്ച് കീപ്പായിട്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പ്ലഗിൽ നിന്നും സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ കുറച്ച് ദൂരെ മാറ്റി വേണം സൂക്ഷിക്കാൻ. Do not use any portable electrical equipments till the engineering department check it for safety. നമ്മൾ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റി ചെക്ക് പറഞ്ഞ് അവർ കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ജസ്റ്റ് വായിച്ചു നോക്കട്ടെ, സിമ്പിൾ ആണ്, നമുക്കറിയാം. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്, വേഗം ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, വായിച്ചോ? വായിച്ചോ കുട്ടികളെ?
ഞാൻ ഇനി സെക്യൂരിറ്റിയുടെ കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്, സേഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സേഫ്റ്റി എന്തൊക്കെ കാര്യത്തിലാണ് സേഫ്റ്റി വേണമെന്ന് പറഞ്ഞു. നമ്മള് കുറച്ച് ജനറൽ സേഫ്റ്റി റൂൾസുകൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിനെ കുറിച്ച് പറഞ്ഞു. പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ സേഫ്റ്റി ഇൻ ട്രാഫിക് എന്ന് വെച്ചാൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു. സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്, നമ്മൾ ട്രിപ്പ് ആവാതിരിക്കാനും അതേപോലെ ഫോൾ ആവാനും വീഴാതിരിക്കാനൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് ആണ്. ഇനി സെക്യൂരിറ്റി ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, സെക്യൂരിറ്റിനെ കുറിച്ചാണ്. നോക്കാം. ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ്, എങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ഹോസ്പിറ്റലില് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് അവര് എംപ്ലോയ്മെന്റ് ആൻഡ് പ്രിഫറേജ് എന്നാ പറയുന്നത്. സാമ്പത്തിക തട്ടിപ്പുകളും അതേപോലെ മോഷണങ്ങളും സംഭവിക്കാറുണ്ട് ഹോസ്പിറ്റലില്. സാമ്പത്തിക തട്ടിപ്പുകളും അതേപോലെ മോഷണങ്ങളും സംഭവിക്കാറുണ്ട്. കാരണം നമ്മള് കണക്കുകളിലും കാര്യത്തിലും എന്തുവരയ്ക്കും മിസ്റ്റേക്കുകൾ കാണിക്കും. അതേപോലെ തന്നെ അല്ലെങ്കിൽ മോഷണം, നമ്മുടെ എക്യുപ്മെന്റ്സ് അതേപോലെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സപ്ലൈസ് സ്റ്റോക്കുകളൊക്കെ അവർ മോഷ്ടിക്കും. അവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെ ആകാം. അതേപോലെ കിക്ക് ബാക്സ്, കൊളീഷൻ, എക്യുപ്മെന്റ് തെഫ്റ്റ്, കൈക്കൂലി വാങ്ങിക്കുക, അതേപോലെ ഒത്തുകളികള്, പിന്നെ എക്യുപ്മെന്റ് തെഫ്റ്റുകൾ, നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ മോഷണം പോകും. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, നമ്മളുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ആവട്ടെ അതേപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ആവട്ടെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നെല്ലാം മോഷണം പോകുന്നു. പേറോൾ ഫ്രോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് തെഫ്റ്റ്, നമ്മള് ശമ്പള തട്ടിപ്പുകള് അതേപോലെ ചെറിയ മോഷണങ്ങള്. ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പർച്ചേസിങ് ദ ടൈം ക്ലോക്ക്, നമ്മള് പഞ്ചിങ് ദ ടൈം ക്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശമ്പള തട്ടിപ്പ് എന്ന് പറഞ്ഞാല് പഞ്ചിങ് ടൈം ഒക്കെ നോക്കിയിട്ടാണ്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ടൈം അനുസരിച്ച് ടൈം വേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ടൈം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും സാലറി കൊടുക്കുന്നത്. അപ്പൊ ആ പഞ്ചിങ് ടൈമില് ചെറിയ ഫ്രോഡൊക്കെ കാണിച്ച് അവരെന്ത് ചെയ്യും, അങ്ങനെ ചെറിയ തട്ടിപ്പുകളൊക്കെ നടത്തും. അതേപോലെ ക്യാഷ് തെഫ്റ്റ്, പൈസ മോഷ്ടിക്കും. ദാറ്റ് involves the main cashier, subsidiary cashier, cafeteria cashier, fraudulent practice in purchasing, receiving and storing. നോക്കി ആരൊക്കെയാണ് ക്യാഷ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പൈസ കൈകാര്യം ചെയ്യുന്നത് കാഷിയേഴ്സ് ആണ്. നമ്മുടെ മെയിൻ ആയിട്ട് പൈസ കൈകാര്യം മെയിൻ കാഷിയറും സബ്സിഡിയറി കാഷിയറും. അതേപോലെ കഫറ്റീരിയ കാഷിയർ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഭക്ഷണശാലയിലെ കാഷിയർ. ഇവരെല്ലാം കുറച്ച് പൈസ മാറ്റാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഓരോരുത്തരും വ്യക്തിഗത പൈസ മാറ്റാണെങ്കിൽ എല്ലാ ദിവസവും അത്ര തന്നെ മാറ്റുമ്പോൾ ഒരുപാട് പൈസയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി ഫ്രോഡുലന്റ് പ്രാക്ടീസ് ഇൻ പർച്ചേസിങ്, റിസീവിങ് ആൻഡ് സ്റ്റോറിങ്, നമ്മൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അത് റിസീവ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഇനി ഫ്രോഡ് ഇൻ രജിസ്റ്റർ, റെക്കോർഡ്, ബില്ലിംഗ്, കമ്പ്യൂട്ടർ ഫ്രോഡ്. ഇനി നമ്മൾ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് രജിസ്റ്റർ കീപ്പ് ചെയ്യണം, റെക്കോർഡ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ടല്ല, ഫ്രോഡുലന്റ് ആയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സെക്യൂരിറ്റിനെ വളരെയധികം ബാധിക്കും. ഇതെല്ലാം കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് നഷ്ടങ്ങൾ വരും. ആദ്യം എന്താ പറഞ്ഞത്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ, അതേപോലെ കൈക്കൂലി വാങ്ങിക്കുക, ഒത്തുകളി, നമ്മളുടെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് മോഷണം പോകാം, ഓരോ പേഴ്സണൽസിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകാം, ശമ്പള തട്ടിപ്പ്, പിന്നെ നമ്മുടെ പൈസ മോഷണം പോകുന്നു. ഹോസ്പിറ്റൽസിലെ മെയിൻ കാഷ്യറും സബ്സിഡിയറി കാഷ്യറും ഒക്കെ ഒരുമിച്ച് പൈസ മോഷ്ടിക്കാന്, ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസുകളാവാം. അതേപോലെ ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, നമ്മള് രജിസ്റ്ററിലും ബില്ലിലും അതേപോലെ റെക്കോർഡിലൊക്കെ ഫ്രോഡ് കാണിക്കാം. ഇത്രയും കാരണം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഇതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി എന്തെല്ലാം മെത്തേഡ്സ് ആണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Protect the hospital against intrusion from the outside and illegal movements of goods from within. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് എന്താ പറയാ ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ലീഗൽ അല്ലാത്ത ഗുഡ്സിന്റെ മൂവ്മെന്റ്സ് എന്ത് ചെയ്യുക, തടയണം. അതൊരു ഇതാണ്. കാരണം ഗുഡ്സുകളൊക്കെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഫ്രോഡായിട്ട് നമ്മളത് ഫ്രോഡായിട്ട് കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, തടയണം എന്നാ പറയുന്നത്. അതേപോലെ ഹോസ്പിറ്റൽസിന്റെ ഹോസ്പിറ്റൽസിലേക്ക് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ, ഗുഡ്സിന്റെ ആവട്ടെ വ്യക്തികളുടെ ആവട്ടെ, എന്തും നമ്മൾ എന്ത് ചെയ്യണം, തടയണം. കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ഹ്യൂമൻ ട്രാഫിക്കേഴ്സ്, അതേപോലെ നമ്മളുടെ ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്റ്റാഫ്, patient and visitors and vendors, sales person, delivery person and contractors. നോക്കാം, നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് സ്റ്റാഫുകൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ കൊടുക്കുക. നമ്മൾ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, അപ്പൊ ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് കൊടുക്കുക. ഈ വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരാണ്. ഹോസ്പിറ്റൽസിൽ കച്ചവടക്കാർ വരാറുണ്ട്, ചെറിയ കച്ചവടക്കാർ. അപ്പൊ അവർക്ക് അതേപോലെ സെയിൽസ് പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അവർക്കുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ സെപ്പറേറ്റ് ആക്കുക. ഡെലിവറി പേഴ്സൺസും പിന്നെ കോൺട്രാക്ടേഴ്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് കൂടെ അവരെന്ത് ചെയ്യാം, കടത്തി വിടുക വേണം. ഇനി ഐഡന്റിഫൈ ആൻഡ് സ്ക്രൂട്ടനൈസ് and guide the non-patient, non-visitors traffic, such as vendors at the controlled gate. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള ഗേറ്റ് വഴി കടത്തി വിടാനായിട്ട് പാടുള്ളൂ. അനാവശ്യമായിട്ടുള്ള വിസിറ്റേഴ്സിനെ, അതേപോലെ പേഷ്യൻസ് അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. പ്രൊഹിബിറ്റ് pedestrian traffic through unloading docks, receiving area, morgue assist, truck gate. ഈ പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടയുക എന്നുള്ളൊരു മീനിങ് ആണ്. പെഡസ്ട്രിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽനട ഗതാഗതം. എവിടെയൊക്കെ ഉള്ള കാൽനട ഗതാഗതങ്ങളാണ് തടയാൻ പറഞ്ഞിരിക്കുന്നത്? അൺലോഡിങ് ഡോക്കുകൾ, നമ്മള് സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ലോഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെയുള്ള ട്രാഫിക്കുകൾ എന്ന് വെച്ചാൽ ആൾക്കാർ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇവർക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഗുഡ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പൊ ആൾക്കാർ നടന്നു പോകുകയാണെങ്കിൽ അവിടെ ട്രാഫിക് സംഭവിക്കാനും ആക്സിഡൻസ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അതേപോലെ റിസീവിങ് ഏരിയാസിലും, അതേപോലെ മോർഗ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോർച്ചറിയുടെ എക്സിസ്റ്റ് ആവുന്ന പ്ലേസിലും ട്രക്ക് ഗേറ്റിലേക്കുള്ള ഈ കാൽനട ഗതാഗതം ഉദ്ദേശിച്ച അതുവഴിയുള്ള എന്താ പറയാ എൻട്രി ആൻഡ് എക്സിസ്റ്റ് സാധാരണ ആൾക്കാർക്ക് ബ്ലോക്ക് ചെയ്യാം. കൺട്രോൾ ദ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്ക് എക്സെട്ര ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഡെലിവറി ട്രക്സുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, അനാവശ്യമായിട്ടുള്ള വെഹിക്കിൾസ് ഒന്നും ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യണ്ട, എൻട്രി ചെയ്യിപ്പിക്കണ്ട. ഇലക്ട്രോണിക് സർവേലൻസ് ഫോർ സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. അതേപോലെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയാസ്. അപ്പൊ ആ ഏരിയാസിൽ CCTV ഘടിപ്പിക്കുകയും CCTV വഴി നമ്മളത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസ് ആൻഡ് അലാം സെറ്റിംഗ്സ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ലോക്കിംഗ് ഡിവൈസുകൾ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. ഇനി എൻട്രി ഇല്ലാത്ത ആരെങ്കിലും ആ ഒരു ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ അലാമുകൾ, പാസ്വേഡ് ഒക്കെ റോങ് ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അലാം സെറ്റിംഗ് വഴി നമുക്കത് മനസ്സിലാക്കാനായിട്ട്
പറ്റും. ഇഷ്യൂ വിസിറ്റേഴ്സ് പാസ്. വിസിറ്റേഴ്സ് പാസ് ഉള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽസിന്റെ അകത്തേക്ക്, ഇതൊക്കെ നമ്മുടെ സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇഷ്യൂ വിസിറ്റേഴ്സ് പാസ്. വിസിറ്റേഴ്സിന്റെ പാസ് ഉള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുക. പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ കീ, ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ കീ. നമുക്ക് ഒരാൾക്ക് അധികാരമുണ്ട് ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ അധികാരമുള്ള ആൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള കീകൾ ഇഷ്യൂ ചെയ്യാം. ലോക്കർ ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ് ഫോർ സ്റ്റാഫ് അഗെയിൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് സ്റ്റാഫുകളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ചെറിയ പൈസ ആയിരിക്കും, അതെല്ലാം മോഷണം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവരത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോക്കേഴ്സിലും ലോക്കബിൾ ആയിട്ടുള്ള ക്യാബിനറ്റ് ഉണ്ടാവും, അവിടെയും സൂക്ഷിച്ചു വെക്കാനായിട്ട് നോക്കുക. നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യില്ല, മോഷണം സംഭവിക്കുന്നില്ല. പ്രൊവിഷൻ ഓഫ് സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. നമ്മൾ പേഷ്യൻസിന്റെ വാല്യുബിൾസ് സേഫ് ആയിട്ട് വെക്കാനായിട്ടൊരു ഏരിയ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. നമ്മള് ഹോസ്പിറ്റലിലെ കാഷ്യർക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിൻസ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിയിലേക്ക് ആ ഒരു പാനിക് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാനിക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ അടുത്തേക്ക് സെക്യൂരിറ്റി വരും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം സംഭവിക്കുക, അല്ലെങ്കിൽ മോഷ്ടാക്കൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാനിക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. പ്രൊവൈഡ് റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോ രാത്രി സമയങ്ങളിൽ റോൾ അപ്പ് ആയിട്ടുള്ള ഷട്ടേഴ്സ് അതേപോലെ ഗ്രില്ലുകളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ആൻഡ് പ്രൊസീജിയർ സെക്യൂരിറ്റി ആണ് പറയുന്നത്. എക്സ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. നമ്മളുടെ സർവീസ് റൂളുകൾ ക്രിയേറ്റ് ചെയ്യുക, എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. അതേപോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എക്സ്റ്റാബ്ലിഷ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫോളോ ചെയ്യേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, അതെന്ത് ചെയ്യുക, നടപ്പിലാക്കാം. എക്സ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്, പർച്ചേസ് കമ്മിറ്റി, ഫാർമസി, തെറാപ്പിറ്റി കമ്മിറ്റി, അങ്ങനെ ഓരോ കമ്മിറ്റികളും എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. ഇവര് പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, ഓർഡർ ചെയ്യാനായിട്ട്. എക്സ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് ഉത്തരവാദിത്വം എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് കൺട്രോൾ ഓവർ the flow of hospital supplies, materials, particularly receiving functions. നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം എന്ത് കാര്യം, ഉത്തരവാദിത്തം എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഹോസ്പിറ്റൽസിൽ സപ്ലൈയുടെ കാര്യത്തിലാവട്ടെ, മെറ്റീരിയൽസിന്റെ കാര്യത്തിലാവട്ടെ, ഇത് റിസീവ് ചെയ്യേണ്ട കാര്യത്തിലാവട്ടെ, എല്ലാത്തിലും ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. നമ്മളുടെ ഇൻവെന്ററി കൺട്രോൾ, നമ്മൾ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ, നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മെയിൻ, അല്ലെങ്കിൽ നമ്മളുടെ എക്യുപ്മെന്റ്സ് ആവട്ടെ, അതിന്റെ കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആണ് എന്ന് ഉറപ്പുവരുത്താം. എക്സ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇൻസിഡന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ നമ്മൾ നല്ല രീതിയിലുള്ള എന്താണ് ഫോർമുലേറ്റ് ചെയ്യുക പ്രൊസീജിയേഴ്സ്. നമ്മൾ റിക്വസ്റ്റുകൾ ഉണ്ടാവും, പർച്ചേസിന്റെ കാര്യത്തിലാവട്ടെ, അതേപോലെ സപ്ലൈയുടെ കാര്യത്തിൽ, ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലുള്ള റിക്വസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാം. കണ്ടക്ട് സൂപ്പർവൈസ് ചെക്ക് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററി. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഇൻവെന്ററീസിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻവെന്ററീസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ള കാര്യം ഇടയ്ക്ക് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഒന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ചെക്കുകൾ ഉണ്ടാവില്ലേ, നമ്മൾ പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യില്ലേ,
അങ്ങനത്തെ സർപ്രൈസ് ആയിട്ടുള്ള ചെക്കിങ് നടത്തണം. എന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും സ്റ്റോക്ക് മിസ് ആയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ പറയാണ് ഇന്ന് ചെക്കിങ് ആണെന്ന് പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് വെക്കും, എവിടെന്നെങ്കിലും അവരത് അറേഞ്ച് ചെയ്ത് വെക്കും. സർപ്രൈസ് ആയിട്ട് നടത്തുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മോഷണങ്ങളോ എന്തെങ്കിലും ഒത്തുകളികളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും രണ്ടായിട്ടാണ് എടുത്തത്, സുരക്ഷിതത്വം. അപ്പൊ സുരക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം സുരക്ഷമാണ് നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ പോർഷനിൽ പറഞ്ഞെങ്കിൽ. പിന്നെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹോസ്പിറ്റൽസിൽ സുരക്ഷിതമായിട്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് രീതിയിൽ ഹോസ്പിറ്റൽസിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ഈ ചാപ്റ്റർ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കിട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ലാസ്റ്റ് എടുത്ത പോർഷൻ മെയിൻ ആയിട്ടൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഇവിടെ മുതലാണ് ഞാൻ വായിക്കാൻ തരാഞ്ഞത്, സെക്യൂരിറ്റി മുതലാണ് വായിക്കാൻ തരാഞ്ഞത്. സെക്യൂരിറ്റി മുതലൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് ലീഡ്സ് എന്ന് വെച്ചാല് മോഷണം കേട്ടോ. അതൊന്ന് സാമ്പത്തിക തട്ടിപ്പ് എന്ന് നോക്കിക്കോ. ഗൂഗിളിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ തട്ടിപ്പ് എന്ന് മാത്രമേ കാണുള്ളൂ. സാമ്പത്തിക തട്ടിപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിന് അടുത്ത ടോപ്പിക് ഉണ്ടോ മിസ്സേ? മനസ്സിലായില്ല. അല്ല മിസ്സിന്റെ ഈ ടോപ്പിക് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടോപ്പിക് ഉണ്ടോ മിസ്സേ? ഇന്ന് വേറെ ടോപ്പിക് ഇല്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറെ ആളല്ലേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിൽ വരുന്നതും ഏറ്റവും മുമ്പത്തെ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. മിസ് ഈ ചാപ്റ്ററും പിന്നെ ഏത് ചാപ്റ്ററാണ് മിസ്? എന്താണ് ഈ ചാപ്റ്ററും പിന്നെ മിസ് വേറെ ഏത് ചാപ്റ്ററാണ് മിസ്? മെഡിക്കൽ റെക്കോർഡ് അല്ലേ മുമ്പ് എടുത്തത് അല്ലേ? ഇനി എടുക്കാനുള്ള ചാപ്റ്റർ ആണ് മോൻ ഉദ്ദേശിച്ചത്? ഞാൻ മെഡിക്കൽ റെക്കോർഡും ഈ ഒരു ചാപ്റ്ററാണ് എടുത്തത്. എന്താണ് റെക്കോർഡ് എത്രാമത്തെ ചാപ്റ്ററാണ് മിസ്? എന്താ മോൻ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് എത്രാമത്തെ ചാപ്റ്ററാണ് മിസ്? മെഡിക്കൽ റെക്കോർഡ് എനിക്ക് തോന്നുന്നു 5-ാമത്തെ ചാപ്റ്റർ. 5ആണോ 6ആണോ?
ആറാമത്തെ ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡായിരുന്നു. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ? കുറച്ച് കാരണല്ലേ ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ആൻസർ എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ മെസ്സേജ് അയക്കാം. ഓക്കെ, നോക്കാട്ടാ. Right way to do a job in hospital is the dash way. The right way to do a job in hospital is the dash way. ഏത് രീതിയിലാണ് ഹോസ്പിറ്റലിൽ ഒരു ജോലി ചെയ്യേണ്ടത്? ഏത് വേയിലാണ്? സേഫ്. ഓക്കെ, സേഫ് വേയിലാണ് കേട്ടോ. ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ള ആൻസർ. Okay, safe. Always use dash on stairway or ramps. Always use dash on stairways or ramps. നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്നൊക്കെ പറയാറ്? സ്റ്റെയർവേ ഒക്കെ കയറുമ്പോ, സ്റ്റെപ്സ് ഒക്കെ കയറുമ്പോ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്? മറന്നുപോയാ? നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കയറുമ്പോ എന്ത് യൂസ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്? കണ്ടോ നിങ്ങള്? എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാൻഡ് റൈറ്റ്. ഓക്കെ, കൈവരികൾ യൂസ് ചെയ്യണം. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് dash to have bedpan or urinals. Bedpan or urinals. നമ്മൾ എന്താ? Ask the patient to use dash to have bedpan or urinals. കോൾ ബെൽ, അത് നേഴ്സ് കോൾ ബെൽ എന്നാക്കണം കേട്ടോ. കോൾ ബെൽ ഓക്കെയാണ്, പക്ഷെ അത് നമ്മൾ വിളിക്കേണ്ടത് നേഴ്സിനെയാണ്. സോ നേഴ്സ് കോൾ ബെൽ എന്നാക്കാം. ഓക്കെ, ഓൾവേസ് യൂസ് prevent dash near switches and electrical appliances. Prevent dash near switches and electrical appliances. നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ എടുത്തും അതേപോലെ സ്വിച്ചിന്റെ എടുത്തും എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം എന്നാ പറഞ്ഞത്? ഇന്നാണ് കേട്ടോ പോർഷൻ. ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്ത് പ്രിവെന്റ് ചെയ്യണം? കർട്ടൻ, ഫർണിച്ചർ. ഓക്കെ, വെറ്റ്നെസ് ഓക്കെ കേട്ടാ. വെറ്റ്നെസ് ആണ് കർട്ടൻ. കറക്റ്റ് കേട്ടാ, വെറ്റ്നെസ് ആണ്. ഓക്കെ, when connecting and disconnecting the equipments, turn the on or off switch to dash position. Turn the on off position. Okay, correct. Off position ആണ്. Electric surveillance of strategic and sensitive area through dash. Electric surveillance of strategic and sensitive area through dash. CCTV. Correct, CCTV. Secured cabin for cashier with a dash button. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Secure the cabin for cashier with a dash button. Panic button. Okay. Correct ആണ്. Locking dash to secure wheelchair on stretchers in the place before loading or unloading a patient. ഒന്നും കൂടി പറയാം. Locking
to secure the wheelchair on or a stretcher in a place before loading or unloading a patient. Wheel brakes. Okay, wheel brakes. Provide, okay, wheel brakes are correct. Provide roll-up shutters or grills at strategic place for dash time protection. Provide roll-up shutters or grills at night time. Okay. Okay. Correct. The causative factor for most accidents are more than dash environmental. More than dash. More than human. Human. Okay, correct. Control the stretchers and wheelchair from dash side. നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വീൽ ചെയർ ആയാലും സ്ട്രെച്ചേഴ്സ് ആയാലും കൺട്രോൾ ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ്? എവിടെ നിന്നാണ്? റാമ്പോ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ലോവർ സൈഡ്. ഓക്കെ, നമ്മളിപ്പോ ഈ അടുത്ത ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്സേ ഫസ്റ്റ് പോർഷനെ ഞാൻ ഇല്ലായിരുന്നു ക്ലാസ്സില്. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ട് നോക്കട്ടെ, കേൾക്കാൻ സമയം കിട്ടിയില്ല. അത് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ. സിമ്പിൾ ആണ്, ഞാനൊന്ന് പറയാം, ചുരുക്കിയായിട്ടൊന്ന് പറയാം കേട്ടോ. കാരണം സേഫ്റ്റിനെ കുറിച്ച് അവിടെ പറയുന്നത് നമ്മള് ഇപ്പൊ ക്ലാസ്സിൽ ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ എടുക്കുന്നത്. അപ്പൊ സേഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് നമ്മള് എന്താ പറയാ, നമ്മള് മറ്റ് ഒരു ഇഞ്ചുറിയിൽ നിന്നോ റിസ്കോ അല്ലെങ്കിൽ ഹാമോ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ സേഫ് ആണ് നമ്മൾ പറയും. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് രണ്ട് തരത്തിലുള്ള എന്തുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലം അല്ലെങ്കിൽ വർക്ക് പ്ലേസും അതിന്റെ സറൗണ്ടിങ്സും എന്താക്കാം, എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കുറെ സേഫ്റ്റി റൂൾസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഹോസ്പിറ്റൽസിൽ. അതെല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവര് നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോട്ടീസ് ബോർഡിലൊക്കെ. പറഞ്ഞതെല്ലാം ശരിയല്ലേ മിസ്സേ? എന്താണ് ആ പറഞ്ഞതെല്ലാം ശരിയാണ്. ബോർഡുകൾ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ സേഫ്റ്റി റൂൾസുകൾ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണം. അത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം എന്നാണ് പറയണത്. പിന്നെ സേഫ്റ്റി അവയർനെസ് കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണം. പിന്നെ പറയുന്നത്, നമ്മളിപ്പോ വിചാരിക്കും നമ്മുടെ എൻവയോൺമെന്റ് ആണ് ഏറ്റവും പ്രശ്നക്കാരൻ എന്നൊക്കെ. പക്ഷെ അതിനേക്കാളും പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ്സിനെയാണ്. പിന്നെ നമ്മൾ ഓരോ സേഫ്റ്റി റൂൾസ് ആണ് പറഞ്ഞത്. ജനറൽ സേഫ്റ്റി റൂൾസ് ഓഫ് പേഴ്സണൽസ്, ഓരോ വ്യക്തിയും ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ്, ഓരോ വ്യക്തിയെയും റിലേറ്റ് ചെയ്യുന്ന സേഫ്റ്റി റൂൾസുകൾ പറഞ്ഞു. നമ്മൾ ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് വേയിൽ ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ആ ചെയ്യുന്ന ജോബിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വേണം. നമ്മൾ എന്തെങ്കിലും ജോബ് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം, നമ്മുടെ സുപ്പീരിയറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മളെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരിച്ച് ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മൾ മെഷീനറിയും എക്യുപ്മെന്റ്സും ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം.
അല്ലേ നമ്മള് മിസ്, മെഡിക്കൽ റെക്കോർഡിന്റെ ഇത് ചോദ്യങ്ങളൊന്നും അറിയോ? ഓക്കേടാ, ഞാൻ ലാസ്റ്റ് പറയാട്ടാ. അമ്പിളി ഡൗട്ട് ചോദിച്ചത് നല്ലതാ. അപ്പൊ കാര്യങ്ങളും കുറച്ചുകൂടി വിജിലന്റ് ജാഗ്രതയോട് കൂടെ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടെ ഏടാ, കുഴപ്പമില്ല. കാരണം സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. The case related with the എന്താ പറയാ, all medical legal case admitted from okay all medical legal cases admitted from casualty, outpatient and inpatient service must be registered in dash register. All medical legal cases admitted from casualty, outpatient or inpatient service must be registered in dash register. മെഡിക്കൽ റെക്കോർഡാണ്, പക്ഷെ ഏത് രജിസ്റ്ററിലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡിലെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞാൽ ഏത് രജിസ്റ്ററിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്ഷൻസ് കുറച്ച് രജിസ്റ്റേഴ്സ് ഉള്ളൂ, ഓപ്ഷൻസ് ഇല്ല. എളുപ്പല്ലേ? അപ്പൊ നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ടില്ല അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഏതെങ്കിലും ക്ലാസ്സിൽ ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. അത് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂടെ നിങ്ങൾക്ക്. സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ അല്ലേ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ സെൽഫ് ആൻസർ ചെയ്താലേ. മിസ് തലേ ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, ഞങ്ങള് അത് നോക്കിയിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം സമയം ഉണ്ടെങ്കിൽ. ഇതേപോലെ നമുക്ക് ക്ലാസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിനിപ്പോ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നോണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോ എക്സാം വരുമ്പോഴായിരിക്കും ഞങ്ങൾ നോക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ റിവിഷൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങളൊന്ന് കവർ ചെയ്തിട്ട് വരാം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡും എല്ലാവരും പഠിച്ചു വെച്ചേക്കട്ടോ. നമുക്ക് ഒരു ദിവസം ഇതേപോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം, ടൈം ഉള്ളപ്പോ കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ അപ്പൊ മെഡിക്കൽ റെക്കോർഡും ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കുറച്ച് ഡിസ്കസ് ചെയ്യാം. മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെഡിക്കൽ റെക്കോർഡിന്റെ ചോദ്യങ്ങൾ പറയുന്നില്ലേ മിസ്? മനസ്സിലായില്ല? അല്ല, മെഡിക്കൽ റെക്കോർഡിന്റെ ചോദ്യങ്ങൾ പറയുന്നില്ലേ മിസ്? മെഡിക്കൽ റെക്കോർഡിന്റെ ചോദ്യങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആരും മറുപടി പറഞ്ഞില്ല. ഞാൻ പറയണ്ടില്ല മിസ്. ഓക്കെ പ്രവിത, എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അത് പറഞ്ഞില്ല, അതുകൊണ്ടാണ്. രജിസ്റ്റർ ഏതാണെന്നാണോ? സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഒരു ദിവസം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇനി എഴുതിയെടുക്കാൻ പോകുന്ന ചാപ്റ്റർ എനിക്ക് ഒന്ന് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ചാപ്റ്റർ 13 ആണ് ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ എന്റെ പോർഷൻ തീർന്നുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. താങ്ക് യു ടീച്ചർ.